നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ട്. ഇന്ന് അതിതീവ്ര മുന്നറിയിപ്പൊന്നുമില്ല. മധ്യവേനൽ അവധിക്ക് ശേഷം പുത്തൻ പ്രതീക്ഷകളുമായി സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുഞ്ഞുങ്ങളും മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്നുള്ളത് കോവിഡ് കേസുകൾ നാട്ടിൽ കൂടുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സാനിറ്റൈസറും മാസ്കും നമ്മൾ കൂടെ കരുതണം. ഈ വാർത്തകളിലേക്കൊക്കെ വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ പ്രചരണം ശക്തമാക്കാൻ മുന്നണികൾ. മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ ഇടതുമുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിച്ച് ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും. NDA സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടർന്ന് കോൺഗ്രസ്. രാത്രി ഏറെ വൈകി അൻവറിനെ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. PV അൻവർ നിലപാടിൽ ഉറച്ചു തന്നെ. TMC സ്ഥാനാർത്ഥിയായി അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. സംസ്ഥാനത്ത് കനത്ത മഴ കുറയുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രത തുടരണം. ആലപ്പുഴയും കുട്ടനാടും വെള്ളത്തിനടിയിൽ. മഴക്കെടുതികളിൽ 35 മരണം. വിഴിഞ്ഞത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളെ കൂടി നാട്ടിലെത്തിച്ചു. രാജ്യത്ത് 3395 കോവിഡ് കേസുകൾ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ 1336 രോഗികൾ. 24 മണിക്കൂറിൽ 4 മരണം. സ്കൂൾ തുറക്കാനിരിക്കെ രക്ഷിതാക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് മുന്നറിയിപ്പ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം PSG-ക്ക്. ഫൈനലിൽ ഇന്റർ മിലാനെ തകർത്തത് എതിരില്ലാത്ത 5 ഗോളുകൾക്ക്. PSG-യുടെ കന്നിക്കിരീടം. IPL 2ാം ക്വാളിഫയറിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് ആവേശ പോരാട്ടം. നിലമ്പൂരിൽ PV അൻവറിനെ അനുനയിപ്പിക്കാൻ UDF ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സമ്മർദ്ദമേറുകയാണ്. വിവരങ്ങളുമായി TK അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ഇനി UDF-ലേക്ക് ഇല്ല എന്ന് പറഞ്ഞ അൻവറിനെ ഇപ്പോൾ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് UDF. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറുമായി കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയത്. ചർച്ചകൾ തുടരുകയാണ്. ഈ നിലമ്പൂരിൽ ജയം ഉറപ്പിക്കാൻ അൻവറിന്റെ കൂട്ട് UDF-ന് ആവശ്യമാണ്. കാരണം മറുവശത്തുള്ളത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ്, അല്ലേ? ഗോപിക, തീർച്ചയായും UDF തങ്ങളുടെ വോട്ട് ഒരുമിച്ച് നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത്. LDF-നെതിരായ ഓരോട്ടവും പാഴായി പോകരുത്, ഭിന്നിച്ചു പോകരുത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനോട് പറഞ്ഞത്. അതിനാൽ ഒരുമിച്ച് നിൽക്കണം, UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്നുള്ള അഭ്യർത്ഥന രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി. പക്ഷേ അൻവർ ഇതിൽ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറായിട്ടില്ല. അൻവറിന്റെ മേൽ അതേ കടുത്ത സമ്മർദ്ദം തൃണമൂൽ കോൺഗ്രസ് ചെലുത്തുന്നുണ്ട്. അൻവറിന്റെ തന്റെ ആവശ്യങ്ങളിൽ UDF അനുകൂല നിലപാടെടുക്കാത്തതിൽ അൻവറിന് കടുത്ത അമർഷവുമുണ്ട്. എന്നാൽ ചർച്ചയ്ക്കുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് PV അൻവർ ഇപ്പോഴും നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇനി ചർച്ചയില്ല, കോൺഗ്രസ് നേതാക്കൾ തന്നെ വിളിക്കേണ്ട എന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിലും അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തുമായി PV അൻവർ ചർച്ച നടത്തിയത്. അതിനാൽ തന്നെ ചർച്ചകൾക്കുള്ള അവസരം ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുന്നു. നാളെ സ്ഥാനാർത്ഥിക്കുള്ള നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. അതുവരെ സമയമുണ്ട്. അതിനാൽ തന്നെ ചർച്ചകൾ ഇനിയും ഇന്ന് പകൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതേസമയം അൻവർ സ്ഥാനാർത്ഥിയാകുന്ന തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പണമില്ല എന്നുള്ളതാണ് അൻവർ പറഞ്ഞ കാരണം. തന്റെ കയ്യിൽ പണമില്ല മത്സരിക്കാൻ. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാമെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വം അൻവറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അൻവർ മത്സരിക്കാൻ ഇപ്പോഴും സാധ്യത നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതേസമയം ഇരു മുന്നണികളും ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ എം സ്വരാജും തങ്ങളുടെ മണ്ഡലത്തിൽ പ്രചരണം സജീവമാക്കി മുന്നോട്ട് പോവുകയാണ്. വീടുകളിൽ കയറിയും അതുപോലെ തന്നെ റോഡ് ഷോ നടത്തിയുമെല്ലാമാണ് ഇന്നലെയുണ്ടായ പ്രചരണം. ഇന്ന് മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്നു, നിലമ്പൂരിലെത്തുന്നു. കൺവെൻഷൻ ഉച്ചയ്ക്ക് 3:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങൾ ഇരു മുന്നണികളും ഒരുക്കിയിരിക്കുന്നു. NDA-യുടെ സ്ഥാനാർത്ഥി കാര്യത്തിലാണെങ്കിൽ ഇതുവരെ അവ്യക്തത തുടരുകയാണ്. ഒരു പക്ഷേ ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഗോപിക, ശരി. നിലമ്പൂരിൽ PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടർന്ന് UDF. TK അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകളുമില്ല. വിവരങ്ങളുമായി ദേവിക ചേരുന്നുണ്ട്. ദേവിക, മഴയ്ക്കൊരു ശമനമുണ്ട്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളെ കൂടി നാട്ടിലെത്തിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? ഗോപിക, സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ കുറഞ്ഞ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സീസണിലെ അതിതീവ്ര മഴയുടെ ദിവസങ്ങൾ അവസാനിച്ചു എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരാഴ്ചക്കാലമായി തലസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയാണുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം താലൂക്കിലും നെയ്യാറ്റിൻകര താലൂക്കിലുമാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ ഗവൺമെന്റ് UP സ്കൂളിലും നെയ്യാറ്റിൻകര താലൂക്കിൽ പൊഴിയൂർ ഗവൺമെന്റ് UP സ്കൂളിലുമാണ് നിലവിൽ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. 34 കുടുംബങ്ങളിലെ 79 അംഗങ്ങളാണ് നിലവിൽ ഇത്തരത്തിൽ ക്യാമ്പുകളിലായിട്ടുള്ളത്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഇല്ല എന്നത് വളരെ ആശ്വാസകരമാണ്. ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഇത്തരത്തിൽ ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് ഇത്തരത്തിൽ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തലസ്ഥാന നഗരത്തൊട്ടാകെ ശക്തമായിട്ടുള്ള മഴക്കെടുതിയാണ് ഉണ്ടായത്. ഏകദേശം 20ഓളം കെട്ടിടങ്ങളുടെ മുകളിലേക്ക് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണ അപകടമുണ്ടായി. തിരുവനന്തപുരത്തെ പേരൂർക്കട SAP ക്യാമ്പിൽ ഇത്തരത്തിൽ മരം കടപുഴകി വീണ 4 പോലീസുകാർക്കാണ് കഴിഞ്ഞ ദിവസങ്ങൾ പരിക്കേറ്റത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഇല്ല എന്നത് വളരെ ആശ്വാസകരമാണ്. ഗോപിക. ശരി, ദേവികയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമാണ്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രത തുടരണം. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. മധ്യ കേരളത്തിൽ നിന്നും വിവരങ്ങളുമായി അശ്വതി ഉണ്ട്. വടക്കൻ കേരളത്തിൽ നിന്നും വിവരങ്ങളുമായി KK പ്രശാന്തും ചേരുന്നുണ്ട്. ആദ്യം അശ്വതിയിലേക്കാണ്. അശ്വതി, മഴയ്ക്ക് കുറവുണ്ട് എങ്കിലും മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണല്ലേ? അത് ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരമേഖലകളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കടലാക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ഏകദേശം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെയും മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഴക്കെടുതികൾ അല്പം കുറവാണ്. അതിനൊക്കെ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. ക്യാമ്പുകളൊക്കെ തുടരുന്നുണ്ട്. അത് ഏത് നിമിഷം വേണമെങ്കിലും ഈ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലൊക്കെ മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലകളിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ തന്നെ കിഴക്കൻ മേഖലകളിലും മലയോര മേഖലകളിലൊക്കെ യാത്ര ചെയ്യുന്നതിനും അതുപോലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. കോട്ടയത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും വെള്ളക്കെട്ട് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് തുടരുന്നത്. അതിന് ഒരു പൂർണ്ണ ശമനം ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒപ്പം തന്നെ ആലപ്പുഴയിൽ കുട്ടനാട് മേഖലയിലാണ് പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നത്. കുട്ടനാട്ട് വെള്ളം വലിയ തോതിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. അത് പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ടില്ല. വീടുകൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പൂർണ്ണമായിട്ട് ആളുകൾക്ക് കരകയറാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോൾ ആ വെള്ളക്കെട്ടിനൊക്കെ ശമനമുണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ ആശ്വാസകരമായ വാർത്ത. കാരണം ഈ മഴ അല്പം
അല്പം ഒന്ന് മാറി നിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളത്തും അതുപോലെ തന്നെ ആലപ്പുഴയിലും യെല്ലോ അലർട്ടുണ്ട്. അത് മഴ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ അത് ആ യെല്ലോ അലർട്ട് ഒരുപക്ഷെ മാറാൻ ചിലപ്പോൾ സാധ്യതകളൊക്കെ ഉണ്ട്. അത് ഇന്നത്തെ രാവിലത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ല. അല്പസമയം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. ഗോപിക. ശരി, ഇന്ന് എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. മധ്യ കേരളത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത് അശ്വതിയാണ്. ഇനി വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി കെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്, അല്ലേ? ഗോപിക, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുമായി അതിശക്തമായ മഴയാണ് വടക്കൻ കേരളത്തിലുണ്ടായിരുന്നത്. അതിന് നേരിയ ശമനമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ രാത്രി കോഴിക്കോട് മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം വെച്ചാണെങ്കിൽ ഇന്നിപ്പോൾ മഴ രാവിലെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഒപ്പം തന്നെ വയനാട് നേരത്തെ അലർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ വയനാട് സുരക്ഷിതമായ ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു. മലയോര മേഖലയിൽ പക്ഷേ അപ്പോഴും ജാഗ്രത തുടരുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും മഴ എത്തുകയാണെങ്കിൽ മണ്ണിടിച്ചിലടക്കമുള്ളവയ്ക്ക് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ക്വാറികളുടെ പ്രവർത്തനം അടക്കം നേരത്തെ നിരോധിച്ചതാണ്. അതൊക്കെ ഈ ഘട്ടത്തിൽ തന്നെ തുടരും. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ഇതിന് നിരോധനം എന്നുള്ളത് തന്നെയാണ് ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടങ്ങളെല്ലാം തന്നെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം നിരോധനങ്ങൾ തുടരും. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലക്കുമെല്ലാം തന്നെ സാധ്യതയുണ്ട്. മാത്രമല്ല തീരദേശ മേഖലയിൽ 45 മുതൽ 55 വരെ കിലോമീറ്റർ വേഗതയിലാണ് കാറ്റിന് സാധ്യത പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ഇന്നും വിലക്കുണ്ട്. ജാഗ്രത പാലിക്കണമെന്നാണ് തീരദേശ നിവാസികളോട് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുള്ളത്. കണ്ണൂരും കാസർഗോഡും വലിയ രീതിയിൽ അപകടങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. കാസർഗോഡ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദേശീയപാതയിൽ അടക്കമുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ മേഖലയിൽ കൂടുതൽ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന് സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലും സമാനമായ രീതിയിൽ കോഴിക്കോട് മലപ്പുറത്ത് ഇന്നലെ തന്നെ മഴ കുറഞ്ഞിരുന്നു. പിന്നെ വൈകിട്ടോടുകൂടി മാത്രമാണ് മഴ പെയ്തത്. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. അത് പക്ഷേ ഈ വരുന്ന മണിക്കൂറുകളിൽ തന്നെ അത് മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ മഴയുടെ മുന്നറിയിപ്പുകൾ ഓരോ മണിക്കൂറും മാറി മറിയാനാണ് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട മഴയെന്ന നിലയിൽ തന്നെയാണ് ജില്ലയിലാകെ തന്നെ, അതായത് ഈ വടക്കൻ കേരളത്തിലാകെ തന്നെ കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അലർട്ട് ഉള്ളത് നേരത്തെ സൂചിപ്പിച്ച ഈ 2 ജില്ലകളിൽ മാത്രമാണ്. ഗോപിക. ശരി, മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മലയോര മേഖലകളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. വടക്കൻ കേരളത്തിൽ നിന്നും കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കാലവർഷം തീരാക്കെടുതികൾ തീർക്കുന്നതിനിടെ പുറം കടലിൽ മുങ്ങിയ കപ്പലും അതിലെ കണ്ടെയ്നറുകളും മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാവുകയാണ്. അപകടത്തെ തുടർന്ന് തെറ്റിദ്ധാരണകൾ പരന്നതോടെ മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആശങ്കയാണ് ഉയരുന്നത്. പ്രചരണം കനത്തതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായി. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ മെയ് 24-നാണ് MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങിയത്. അന്നു മുതൽ തീരം ആശങ്കയിലാണ്. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ പടർന്ന രാസവസ്തുക്കളും മറ്റും കലർന്ന മത്സ്യമാണ് വിൽപ്പനയ്ക്കെത്തുന്നത് എന്നതാണ് അതിലൊന്ന്. ഇത്തരം പ്രചരണങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ഇരുട്ടിലാക്കുന്നത്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതിയാണ് ഇന്നിവർ മത്സ്യബന്ധനം നടത്തുന്നത്. ഈ സമയത്താണ് ഇത്തരം പ്രചരണങ്ങൾ ഇവരുടെ ജീവിതം വഴിമുട്ടിക്കുന്നത്. അവരാരും വരുന്നില്ല. സാധാരണ വരുന്നവരാരും വേണ്ടാന്ന് മീന് അവർ പറയുന്നു. ഇങ്ങനെയാണ് വാർത്തയിൽ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ മീൻ ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ ഞങ്ങൾ ചാവട്ടെന്ന് അവർ ചോദിക്കുന്നു. ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത്. ഞങ്ങൾക്കൊരു മാറ്റവും കാണുന്നില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കാനുള്ളത്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പാവപ്പെട്ട ഇത്രയും പാവങ്ങൾ കിടക്കുന്നു. ഇല്ലായ്മകളെ എത്ര പാവങ്ങൾ ജീവിക്കാനുള്ളതാണ്. ഇതുകൊണ്ടാണ് ഈ കടൽ മത്സ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. ജനങ്ങൾ മത്സ്യം വാങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രചരണം വ്യാപിച്ചതോടെ ചെറുകിട മത്സ്യവിപണനം നടത്തുന്ന കച്ചവടക്കാർ ഉൾപ്പെടെ നിരവധി പേർ പട്ടിണിയിലാണ്. എണ്ണം കുറവേനെ ഇതിനു മുമ്പ് പോകേണ്ടതാണ്. വീട്ടില് മീനുകൾ ഇരിക്കണുണ്ട്. വാങ്ങിച്ചോണ്ട് പോയ അമ്മച്ചി തിരിച്ചു കൊണ്ടുവന്നതാണ്. വീട്ടുകളിൽ കൊണ്ടുപോയ മീനുകളാണ് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് വിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പോയ എങ്ങനെയാണ്? കടലിൽ നിന്നും പിടിക്കുന്ന മീൻ കഴിക്കാമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും പൊതുജനങ്ങളിൽ നിലനിൽക്കുന്ന ഭീതി വലുതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടലിൽ രാസമാലിന്യങ്ങൾ കലർന്നിട്ടുണ്ട് എന്നും അതുകൊണ്ട് മത്സ്യം വാങ്ങി കഴിക്കരുത് എന്നുള്ള തെറ്റായ പ്രചരണം തങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പലപ്പോഴും കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മീൻ പോലും വാങ്ങാൻ ആളില്ല എന്നാണ് ഇവരുടെ പരാതി. മരണ
എണ്ണത്തിനോട് മല്ലിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന മത്സ്യത്തിനെ വാങ്ങരുതെന്നുള്ള ഇതിലാണ് വീട്ടുകാരും എല്ലാവരും പറയുന്നതുകൊണ്ട് ചുമച്ചാൻ ഇങ്ങനെയൊക്കെ വിഷാംശമുള്ളതാണ് ഓയിലും ഇതെല്ലാം ചേർന്ന്. അതുകൊണ്ട് ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള പബ്ലിസിറ്റി ചെയ്യാൻ നോക്കണം. അതുമല്ല, ഞങ്ങൾക്ക് ഈ മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് മത്സ്യത്തിൻ്റെ ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് മത്സ്യത്തൊഴിലാളി എന്ന് വിളിക്കുന്നത്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങളെയൊക്കെ എല്ലാം ഒന്നാതെ ഞങ്ങൾക്ക് ഒരു സഹായവും ഇല്ല. വാങ്ങിച്ചോണ്ട് പോയ മീനാണ് ഇവിടുന്ന് കാലത്തെ ആര് കിടക്കുന്നില്ല, വിഷം കലങ്ങിയ മീനാണ് അവർക്ക്. അതുകൊണ്ട് ആർക്കും വേണ്ടെന്ന് മീൻ. ആ മീനിന് ഇവിടെ കൊണ്ടതാണ് ഇപ്പോഴും വിറ്റത്. നമ്മുടെ കടലിലെ മീൻ, കായലിലെ മീനെങ്കിൽ വിഷം ഇറങ്ങി അവിടെ കിടക്കും. കടലിൽ ഒഴുക്കുകൊണ്ട് ആ കടലിൽ കിടക്കത്തില്ല. ഒഴുക്കിൽ എന്തുണ്ടെങ്കിലും പോകും. അതിന് അവർ വലിയ ഓഫീസറൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് കടലിൽ ഓയിലുണ്ട്, വിഷമാംസമുണ്ട്. ഈ മീനിന് വരുന്നവർക്ക് അല്ലെങ്കിൽ കാറ്റിലും മഴയിലും നമ്മുടെ സഹോദരങ്ങൾ പോയി പിടിച്ചോണ്ട് വരുന്ന മീൻ ഞങ്ങൾ 8,000 7,000 രൂപ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് തിന്നാനാണ് കൊടുക്കാനാണ് എടുത്ത് വയ്ക്കുന്നത്. നമ്മളും കഴിക്കണം അവരും കഴിക്കണം എന്ന് പറഞ്ഞു. അത് വന്ന് അവർ പറയുന്ന വിഷമുണ്ട്, ഞങ്ങൾക്ക് മീൻ വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാണ്. വരുന്ന കസ്റ്റമർ പറയുന്നത് കടലിൽ എന്തോരോ കുഴപ്പമെന്നതാണ്ട് ബോർഡോ കപ്പൽ താന്നേൽ ഓയിൽ ഒഴിഞ്ഞു പോയെന്ന്. അതെല്ലാം വെറുതെയാണ്. ഞങ്ങളുടെ കടലിൽ ഒരു വിഷവായും തങ്ങൂല. അതെല്ലാം അങ്ങ് ഒഴുക്കിലങ്ങ് പെക്കോളും. ഈ കടലിൽ കിടക്കുന്ന മീനാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്നത് തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വാങ്ങാൻ വരുന്നവർക്ക് കൊടുക്കുന്നത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് ഇതിന് കാരണം. റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഴ വീണ്ടും ശക്തമായാൽ കുട്ടനാട്ടിൽ ഇനിയും ജലനിരപ്പ് ഉയരും. മഴക്കാലമായതോടെ ഇടുക്കിയിലെ ഒരു അണക്കെട്ട് നിറഞ്ഞൊഴുകുകയാണ്. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മുക്കുടിൽ അണക്കെട്ടാണ് സന്ദർശകർക്ക് വിസ്മയ കാഴ്ചയായി നിറഞ്ഞൊഴുകുന്നത്. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അണക്കെട്ട് എന്ന് കേൾക്കുമ്പോൾ കൗതുകവും അതിലേറെ ആശങ്കയും തോന്നാം. എന്നാൽ ആശങ്കയ്ക്ക് തീരെയിടയില്ലാത്ത മൺസൂണിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാടിന് സമീപത്തെ മുക്കുടിൽ അണക്കെട്ട്. വർഷകാലത്ത് ഏതാനും ദിവസം മാത്രം ദൃശ്യമാകുന്ന അനുഭവം. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട്. പരമാവധി വൈദ്യുതോൽപാദനം നടക്കുന്നതിനാൽ മഴയുടെ ശക്തി കുറഞ്ഞാൽ കവിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം നിലയ്ക്കും. അതുകൊണ്ടുതന്നെ ഈ മഴക്കാഴ്ച കാണാൻ നിരവധി ആളുകളും എത്തുന്നു. വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാനായിട്ട് വന്നതാണ്. വളരെ കണ്ണുകൾക്ക് കുളിർമ കാഴ്ചയാണ് ഇവിടെ. എല്ലാ ടൂറിസ്റ്റുകളും ഇപ്പോൾ മൂന്നാർ ഈ സൈഡിലോട്ട്, ഇടുക്കി സൈഡിലോട്ട് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇത് വന്ന് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഞങ്ങള് വന്നേക്കുന്നത് കുത്തുകുഴി വെള്ളച്ചാട്ടത്തിലാണ്. ഇത് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്നാണ്. വളരെ അൺഎക്സ്പെക്ടഡായിട്ട് ഇത്രയും നല്ലൊരു വീഡിയോ കിട്ടുമെന്ന് ഞങ്ങൾ ഇന്നേ വരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങള് മൂവാറ്റിയെന്ന് വരുന്നതാണ്. പെരിയാറിന്റെ കൈവഴിയായ പന്നിയാർപുഴയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം 79 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 3000 കടന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 3395 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കേസ് ഉള്ളത് കേരളത്തിലാണ്. 1336 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 4 കോവിഡ് മരണമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മറ്റ് രോഗമുള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകൾ മധ്യവേനൽ അവധിക്ക് ശേഷം നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് HSSൽ നടക്കും. രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. നവാഗതരായ കുട്ടികളെ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും. 72ാമത് ലോകസുന്ദരിയായി തായ്ലാന്റിൽ നിന്നുള്ള ഒപാൽ സുജാത ചൂങ്ശ്രീ തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം മുംബൈയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന ഫിസ്കോവ വിജയിയെ കിരീടമണിയിച്ചു.
new Miss World. ഹൈദരാബാദിലെ തെലങ്കാനയിലെ ഹൈടെക്സ് എക്സിബിഷൻ സെന്ററിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ മിസ് എത്യോപ്യ റണ്ണറപ്പായി, മിസ് പോളണ്ട് മൂന്നാം റണ്ണറപ്പായി. അവസാന 8 പേരിൽ ഇടം പിടിക്കാനാകാതെ മിസ് ഇന്ത്യ നന്ദിനി ഗുപ്ത പുറത്തായി. ഗ്രാൻഡ് ഫിനാലെയിൽ 40 പേരാണ് അവസാന ഘട്ടത്തിൽ മാറ്റുരച്ചത്. മിസ് വേൾഡായി ഇന്ത്യയിൽ നിന്ന് മാൻഷി ചില്ലാർ തെരഞ്ഞെടുക്കപ്പെട്ടത് 8 വർഷം മുൻപാണ്. ഇന്ത്യയിൽ നിന്ന് മിസ് വേൾഡ് പട്ടം അതിനുശേഷം ആരും നേടിയിട്ടില്ല. രജത ജൂബിലി ആഘോഷ പരിപാടികൾ ഗംഭീരമാക്കി കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോ സയൻസ് വിഭാഗം. പരിപാടിയിൽ സെന്റർ ഫോർ ബ്രെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെന്റീവ് ന്യൂറോളജിയുടെയും ന്യൂറോ ഇമ്മ്യൂണോളജി സെന്റർ ഓഫ് എക്സലൻസിന്റെയും ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോ സയൻസസ് വിഭാഗത്തിന്റെ രജത ജൂബിലി അതിഗംഭീരമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബ്രെയിൻ ഹെൽത്തിനും പ്രിവെന്റീവ് ന്യൂറോളജി സേവനങ്ങൾക്കുമായുള്ള രാജ്യത്തെ ആദ്യ കേന്ദ്രമായ സെന്റർ ഫോർ ബ്രെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെന്റീവ് ന്യൂറോളജിയുടെയും ന്യൂറോ ഇമ്മ്യൂണോളജി സെന്റർ ഓഫ് എക്സലൻസിന്റെയും ഉദ്ഘാടനം മോഹൻലാൽ നിർവഹിച്ചു. ദുഃഖവും ആശങ്കകളും നിസ്സഹായതയും നിറഞ്ഞ ലോകത്ത് രോഗികളെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ശുശ്രൂഷിക്കുകയെന്നത് തപസ് പോലെ അനുഷ്ഠിക്കേണ്ട കർമ്മമാണെന്ന് മാതാ അമൃതാനന്ദമയി ദേവി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. രോഗിയുടെ ഹൃദയം അറിഞ്ഞ് വളരെ സ്നേഹത്തോടും കാരുണ്യത്തോടും ശ്വസിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാൻ കഴിയണം. വൈദ്യ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരു തപസ് പോലെ അനുഷ്ഠിക്കേണ്ട കർമ്മമാണ്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കാരുണ്യത്തിൻ്റെ കർമ്മക്ഷേത്രം അമ്മയുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. ഇതിൻ്റെ വിജയത്തിൻ്റെ കാരണം അമ്മയുടെ സ്ഥാപനങ്ങളിലൊന്നും ജോലിക്കാരില്ല, എല്ലാവരും മക്കളാണ്. അങ്ങനെയുള്ള ഒരു കാരുണ്യത്തിൻ്റെ ക്ഷേത്രമാണിത്. തന്റെ അമ്മയുടെ ചികിത്സാ സമയത്ത് അമൃത ആശുപത്രി നൽകിയ സേവനത്തെ മോഹൻലാൽ ഓർമ്മിച്ചു. അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്ന നാളുകളിൽ ഈ ആശുപത്രി എനിക്കെൻ്റെ വീട് തന്നെയായിരുന്നു. ഇന്നും ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹപരിചരണവും കൊണ്ടാണ് എന്നുള്ളതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല. ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ രചിച്ച ചിരിയിൽ പൊതിഞ്ഞ നോവറിവുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംവിധായകൻ TK രാജീവ് കുമാറിന് നൽകിക്കൊണ്ട് മോഹൻലാൽ നിർവഹിച്ചു. സാഹിത്യകാരന്മാരായ പ്രൊഫസർ MK സാനു, C രാധാകൃഷ്ണൻ, അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ ഭാവരസ എന്ന സാംസ്കാരിക പരിപാടിയും പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്തിന്റെ നേതൃത്വത്തിൽ സംഗീത നിശയും അരങ്ങേറി. അമൃത ന്യൂസ്, കൊച്ചി. ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി PSG. ഫൈനലിൽ ഇന്റർ മിലാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്താണ് PSG-യുടെ ഈ ചരിത്ര നേട്ടം. 12-ാം മിനിറ്റിൽ അഷ്റഫ് ഹക്കീമിയിലൂടെയാണ് PSG ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ ഡെസീറ ഡുയയുടെ 2 ഗോളുകൾ കൂടി ഗോൾ വല കുലുക്കിയതോടെ PSG കളിയിൽ ആധിപത്യം ഉറപ്പിച്ചു. 73-ാം മിനിറ്റിലും 87-ാം മിനിറ്റിലും ഗോളുകൾ പിറന്നതോടെ PSG വിജയം സ്വന്തമാക്കി. IPL-ൽ 2-ാം ക്വാളിഫയറിൽ ഇന്ന് പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടും. വിജയികൾ ജൂൺ 3-ന് നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. പോരാട്ടത്തിൽ കരുത്തരായി ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തിയാണ് മുംബൈയുടെ ക്വാളിഫയർ പ്രവേശം. ആവേശ പോരാട്ടത്തിൽ ഗുജറാത്തിനെ 20 റൺസിന് മറികടന്ന മുംബൈ 2-ാം ക്വാളിഫയറിൽ സ്ഥാനമുറപ്പിക്കുകയായിരുന്നു.
പ്ലേയിങ് 11-ൽ നിർണായക മാറ്റങ്ങളുമായിട്ടായിരുന്നു മുംബൈ കളത്തിലിറങ്ങിയത്. അടുത്ത മത്സരത്തിലും പേസ് നിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് മുംബൈയുടെ നീക്കം. അതേസമയം ആദ്യ ക്വാളിഫയറിൽ RCBയോട് തോറ്റതോടെയാണ് പഞ്ചാബ് രണ്ടാം ക്വാളിഫയറിലേക്ക് എത്തിയത്. 8 വിക്കറ്റിന് പഞ്ചാബിനെ തകർത്ത RCB ഫൈനലിൽ കടന്ന ആദ്യ ടീമായി. പഞ്ചാബ് ഉയർത്തിയ 102 റൺസ് വിജയലക്ഷ്യം 10 ഓവർ ബാക്കി നിൽക്കെയാണ് RCB മറികടന്നത്. തോറ്റെങ്കിലും രണ്ടാം ക്വാളിഫയറിലെത്തിയ പഞ്ചാബ് മുംബൈയെ നേരിടുമ്പോൾ ഏറെ പ്രതീക്ഷയിലുമാണ്. ഈ മത്സരത്തിലെ വിജയിയാകും ഫൈനലിൽ RCBയുടെ എതിരാളികൾ. 4ാം തവണയാണ് RCB IPL ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത്. 2009, 2011, 2016 വർഷങ്ങളിൽ ഫൈനലിലെത്തിയ RCB ഏകദേശം 9 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഫൈനൽ കളിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഒരു വീട്ടിൽ 3 പേരുടെ ജന്മദിനം ഒരേ ദിവസമായതിന്റെ മാധുര്യം നുകരുകയാണ് കാസർഗോഡ് ഒളവറയിലെ AG കമറുദ്ദീനും കുടുംബവും. കമറുദ്ദീനും ഭാര്യയ്ക്കും മകൾക്കും പിറന്നാൾ ആഘോഷിക്കാൻ ഒരു കേക്ക് മതി. ഇന്ന് നടക്കുന്ന പിറന്നാൾ ആഘോഷത്തിലെ അപൂർവത ആരിലും കൗതുകം ഉണർത്തും. ഒരു ബർത്ത്ഡേ കേക്കിലൂടെ 3 പേരുടെ ജന്മദിനാഘോഷം. കേക്ക് മുറിച്ച് മധുരം നുണയുമ്പോൾ തൃക്കരിപ്പൂർ ഒളവറയിലെ AG കമറുദ്ദീനും ഭാര്യ ഷംസിയയ്ക്കും ഇവരുടെ മകൾ ഷാസിയ സൈനബയ്ക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. ജൂൺ 1 ജന്മദിനാഘോഷത്തിന്റെ നിറമുള്ള ദിനമാണ് കുടുംബത്തിന്. കമറുദ്ദീന്റെയും ഭാര്യയുടെയും ഇവരുടെ 3ാമത്തെ മകൾ ഷാസിയയുടെയും പിറന്നാൾ ഒരേ ദിവസമാണെന്ന അപൂർവതയറിഞ്ഞ് നിരവധി സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും കുടുംബത്തിന് ആശംസകൾ നേരുകയാണ്. 1978 ജൂൺ 1 കമറുദ്ദീൻ ജനിച്ചത്. ഭാര്യ CH ഷംസിയ 1989 ജൂൺ 1 മകൾ പിറന്നത് 2016 ജൂൺ 1 കല്യാണ സമയത്തും പിന്നീടും ജന്മദിനം ഒരേ ദിവസമാണെന്ന കാര്യം ദമ്പതികൾ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ മകൾ ഷാസിയ സൈനബ 2016 ജൂൺ 1 ജനിച്ച ശേഷം കുട്ടിയുടെ ജന്മദിനാഘോഷത്തിന് ഒരുങ്ങുമ്പോഴാണ് 3 പേരുടെയും പിറന്നാൾ ഒരേ ദിവസമാണെന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ ഏവരിലും കൗതുകമുണർത്തുന്ന ജന്മദിനാഘോഷം തുടങ്ങി 9 വർഷം പിന്നിടുകയാണ്. എന്റെ 3ാമത്തെ മകൾ ഷാസിയ സൈനബിനെ പ്രസവിച്ചതിന് ശേഷം, അപ്പം അതാണ് നമ്മളെ ഡേറ്റ് ഒരേ ഡേറ്റ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ആഘോഷം, ഈ ഡേറ്റിന് ഒരു ആഘോഷം നടത്താറുള്ളത്. ഇന്നിപ്പം എൻ്റെ 45ാം പിറന്നാള്, ഭാര്യന്റെ 35ാം പിറന്നാള്, എൻ്റെ മകളുടെ 9ാം പിറന്നാള് ഇപ്പം നമ്മള് പിന്നെ മക്കളും നമ്മളും കൂടി ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ബന്ധുക്കളും പിന്നെ സ്നേഹിതന്മാരും ആശംസകൾ അറിയിച്ച് വിളിക്കാറുണ്ട്. ഇവരുടെ ജന്മദിനാഘോഷത്തിൽ ആഹ്ലാദം പങ്കിടാൻ മറ്റു മക്കളായ മുഹമ്മദ് ഷക്കീറും ഷംസ ഫാത്തിമയും സെൻഹ കമറിനും ഒപ്പമുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. വടകര പുതുപ്പണത്ത് CPM ഹർത്താൽ. പുതുപ്പണം വെളുത്തമല വായനശാലയ്ക്ക് മുന്നിൽ ഇന്നലെ രാത്രി ഉണ്ടായ CPM BJP സംഘർഷത്തിന് പിന്നാലെയാണ് ഹർത്താൽ. സംഭവത്തിൽ 3 CPM പ്രവർത്തകർ കുത്തേറ്റ് ആശുപത്രിയിലാണ്. പുതുപ്പണം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം KM ഹരിദാസൻ, വെളുത്തമല സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ, പാർട്ടി പ്രവർത്തകൻ ബിബേഷ് എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി.